ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അത്യാവശ്യം മലക്കറിയൊക്കെ വാങ്ങി 2 ദിവസം കഴിഞ്ഞാൽ തീരാറാവുന്ന സമയത്ത് വയ്ക്കുന്ന സാമ്പാറാണ്. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ മലക്കറി കുറഞ്ഞു വാങ്ങിച്ച് ഇങ്ങനെ ഒരു സാമ്പാർ ശരിയാക്കി എടുക്കാം. അതിനുള്ളൊരു വീഡിയോ ആണിത്. മക്കൾ വാ, വീഡിയോ എടുക്കുകയാണ്. നീ ഇത് കണ്ടോ? നമ്മൾ ഒരു സാമ്പാറിനുള്ള ലക്ഷ്മി എന്താണെന്നറിയാമേ ലക്ഷ്മി നോക്കുന്നു. അതുകൊണ്ട് നമ്മളെ ലക്ഷ്മി കുട്ടി രാവിലെ എഴുന്നേറ്റ് എന്തിനാണ് നമുക്ക് കൊടുക്കുന്നത് ഒരു ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്തതിന് വേണ്ടി കാത്തു നിൽക്കും. തോരൻ പരിപ്പ് വൃത്തിയായിട്ട് കഴുകി ഇതിനകത്തിടുക. കഴുകി വെച്ചിരുന്നതാണ്, ഒന്നുകൂടെ കഴുകി തോരൻ പരിപ്പിടുക. പച്ചക്കറി ഇടുക. എല്ലാം ഒഴിക്കുക. ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, കായപ്പൊടി എടുത്തുകൊണ്ട് കായപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, കായപ്പൊടി, കറിവേപ്പില, ഒരിതൾ കറിവേപ്പില അതിനകത്തൂടെ ആ ഒരു ടേസ്റ്റിന് വേണ്ടി ഇടും. പിന്നെ കടുവറുത്ത് വേറെ ഇടണം. കുറച്ച് വെള്ളം വയ്ക്കുക. വെള്ളം നേക വയ്ക്കുമ്പോൾ ഇതായിട്ട് സാമ്പാറില്ല. കുക്കറൊക്കെ വെച്ച് തോരൻ പരിവ്, പച്ചക്കറി എല്ലാം ഇട്ട് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ എല്ലാം ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു തക്കാളിയും കൂടെ വാട്ടി ഇത് സാമ്പാറിൽ ചേർക്കാനാണ്. വാട്ടിയിട്ട് ചൂടുവെള്ളം മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചേ ഇടാവൂ. ഉലുവാപ്പൊടി ഇളക്കുക. കരിയാതിരിക്കാനായിട്ട് അടുപ്പ് ഞാൻ ഓഫാക്കിയതാണ്. ഇത് ചേർക്കുക. സാമ്പാർ അത് കുക്കറിൽ നിന്ന് ഇതിനകത്ത് വെച്ച് വെള്ളത്തിൻ്റെ കുറവ് ഇതിനകത്ത് പുളി ചേർക്കണ്ട. അങ്ങനെ അടിപൊളി സാമ്പാർ റെഡിയായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് കൂടെ തിളപ്പിച്ച് അതിനല്ലേ വെച്ചുള്ളി അരിഞ്ഞിടുക. ഇത് താളിച്ച് ഇത് ചേർക്കുക. ഇത് കടുക് താളിച്ച് ചേർത്താലേ അതിനൊരു ഭംഗി ഉണ്ടാവും. സാമ്പാർ റെഡിയായി, ഇഡ്ഡലി റെഡിയായി. ഇതാണ് നമ്മളുടെ ഇഡ്ഡലി സാമ്പാർ.